ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായനഭാഗം ഉൽപ്പത്തി പുസ്തകം 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി 25 അധ്യായം 8 വാക്യം. അബ്രാഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. ദൈവകൽപ്പന ചോദ്യം ചെയ്യാതെ അനുസരിച്ച, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി അനുസരിച്ച വിശ്വാസികളുടെ പിതാവായി തീർന്ന, തൻ്റെ പൈതൃകങ്ങളെ സംരക്ഷിച്ച അബ്രഹാം പിതാവിനെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടുതലും പ്രതിപാദിക്കുന്നത്. എന്നാൽ ഇന്നത്തെ വായനഭാഗത്ത് 175 സംവത്സരം ജീവിച്ചിരുന്ന പ്രാണനെ വിട്ട് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു എന്നാണ് നാം വായിക്കുന്നത്. ഈ സംഭവത്തിലൂടെ മരണത്തിനു ശേഷവും ചില കൂടിച്ചേരലുകൾ നടക്കുന്നു എന്ന ആശയം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കുറിവാക്യമായി വായിച്ച ഭാഗത്തും നാം അതാണ് കാണുന്നത്. ഈ ഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവെക്കാൻ അത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, മരണത്തിനു ശേഷമുള്ള കൂടിച്ചേരലുകൾ. മരണം ഒരു താൽക്കാലികമായ വേർപിരിയൽ ആണ്. ക്രിസ്തുവിനോട് കൂടെ വേഗം ചേരുവാൻ സാധിക്കുന്ന അവസ്ഥയാണ് മരണം. മാത്രമല്ല, നിത്യതയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുവാൻ സാധിക്കും എന്ന വലിയ വിശ്വാസം നമ്മിൽ ഉണ്ടാകണം. മാത്രമല്ല, അബ്രഹാം 175 സംവത്സരം ജീവിച്ചിരിക്കുകയും അതിനുശേഷം തന്നെ വിട്ടുപിരിഞ്ഞ മാതാപിതാക്കളോടും പൂർവികരായ ജനത്തോടും ചേർന്നു എന്നതാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊരു ഭാഗ്യകരമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ആയുസ് എന്നത് ക്ഷണികമാണ്. വരുവാനുള്ള നിത്യമായ അവസ്ഥയെ അത് സൂചിപ്പിക്കുന്നു. എന്നാൽ വരുവാനുള്ള നിത്യതയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ടത്. അങ്ങനെ നാം അതിനായി പ്രത്യാശയോടെ കാത്തിരിക്കുമ്പോൾ കർത്താവിൻ്റെ വീണ്ടും വരവ് ഉണ്ടായാൽ 1 തെസ്സലോനിക്കർ 4 അധ്യായം 17 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും വരവ് സംഭവിച്ചാൽ നാം അവനോടൊപ്പം എടുക്കപ്പെടും. അല്ല എങ്കിൽ നാം മരിച്ച് നമ്മുടെ മരണശേഷം കർത്താവിനോടൊപ്പം ചേർക്കപ്പെടും എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശയിലാണ് നാം ജീവിക്കുന്നത്. അതിനാൽ മരണം എന്നത് ക്രിസ്തുവിനോടും നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരോടും ചേരുന്ന ഒരു അനുഭവമാണ്. രണ്ടാമതായിട്ട്, ഉയർത്തെഴുന്നേൽപ്പിലൂടെയുള്ള പ്രത്യാശ. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഈ പ്രത്യാശ നമുക്ക് സാധ്യമായി. ഈ ലോകത്തിലെ ജീവിതം നമ്മുടെ നിത്യത ഉറപ്പാക്കുവാനുള്ള അവസരങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിൽ അബ്രഹാം വിജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം 9 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവൻ്റെ പുത്രന്മാരായ ഇസ്ഹാക്കും ഇഷ്മായേലും കൂടി മമ്രേക്കരികെ സോഹറിൻ്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യൻ്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു എന്ന് കാണുന്നു. ഇവിടെ തൻ്റെ മക്കൾ തുടർന്നുള്ള അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിറവേറ്റുന്നതിനെ കുറിച്ച് പറയുന്നു. എന്നാൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായത്തിൽ അബ്രഹാം പിതാവിനെ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിനും മരണത്തിനും അപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ധനവാന്റെയും ലാസറിൻ്റെയും കഥയിലൂടെ അബ്രഹാം പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ ഉയർപ്പിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും മരണത്തിനപ്പുറം ജീവൻ്റെ പ്രത്യാശ ലഭ്യമാക്കി തീർക്കുന്നു. എന്നാൽ ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? അബ്രഹാം വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. നാം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് കർത്താവിൻ്റെ അടുക്കൽ എത്തും വരെ നിത്യതയ്ക്കായിട്ട് നാം ഒരുങ്ങേണ്ടതുണ്ട്. അല്ല എങ്കിൽ കർത്താവിൻ്റെ വീണ്ടും വരവ് വരെ. അങ്ങനെയെങ്കിൽ അബ്രഹാമിനെ പോലെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനും പിതാക്കന്മാരോട് ചേരുവാനും നമ്മെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും നിത്യതയ്ക്കായി ഒരുങ്ങുവാനും നമുക്ക് ഏവർക്കും ഇടയാകണം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നിത്യമായ ജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായി ഞങ്ങളുടെ ഈ ലോക ജീവിതത്തെ ക്രമീകരിക്കുവാനും കുറവുള്ളവരായ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.